Welcome to AAA Profit Analytics weekly market view dated 1st June. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ജൂൺ 3 മുതൽ ജൂൺ 7 വരെയുള്ള വീക്കാണ്. അടുത്ത വെഡ്നെസ്ഡേ 5th ജൂൺ ഹോളിഡേ ആണ്, റംസാൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് തിങ്കളും ചൊവ്വയും അതിനുശേഷം തേഴ്സ്ഡേയും ഫ്രൈഡേയും 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ടും മാർക്കറ്റ് നമ്മുടെ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ്റേതായിട്ടുള്ള ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇൻഡെക്സുകൾ മുകളിലെ തന്നെ ലൈഫ് ടൈം ഹൈക്കായിരിക്കും തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിലും പല സ്റ്റോക്കുകളും ബീറ്റൺ ഡൗൺ ആയിട്ട് വളരെ താഴെ ലെവലിലേക്ക് പോയതിന് ശേഷം റീബൗണ്ട് ചെയ്ത് കാര്യമായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി തന്നെയാണ്. പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു അൺസർട്ടനിറ്റി മുന്നോടിയായി തന്നെ മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തു പോവുകയുണ്ടായി. പ്രത്യേകിച്ചും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ 3-4 സ്റ്റേറ്റുകളിലെ ഇലക്ഷന് ശേഷം NDA ഗവൺമെൻറ്റിന് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളൊരു മെജോറിറ്റിയോടുകൂടി തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയുള്ള റിസ്കുകൾ എടുക്കില്ല. ആ സമയത്ത് അവരത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുകയും അതേസമയം നമുക്കറിയാം കഴിഞ്ഞ 2-3 മാസമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടുത്തെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഈ ഇലക്ഷനിൽ വീണ്ടും NDAക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വ്യൂ അവർക്കുണ്ടായതുകൊണ്ടായിരിക്കണം അവരൊരു 3 മാസം മുമ്പ് മുതൽ തന്നെ നമുക്ക് ബൈയിങ് തുടങ്ങിയതായിട്ട് നമുക്ക് ഡാറ്റാസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീക്ക്ലി വ്യൂയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓരോ കൺട്രീസിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻസിൻ്റെയും അതുപോലെയുള്ള മറ്റു പല ഡെവലപ്മെൻറ്റ്സിൻ്റെയും ഫിനാൻഷ്യലായിട്ടുള്ള പെർഫോമൻസുകളാണെങ്കിലും അതുപോലെ തന്നെ എക്കണോമിക് ഡാറ്റകളാണെങ്കിലും ഒക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള റിസർച്ച് വിങ്ങുകളും അതുപോലെ തന്നെയുള്ള ഇൻ്റലിജൻസ് ഫെസിലിറ്റീസൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരതിന് മുന്നോടിയായി തന്നെ മാർക്കറ്റിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സിലുള്ള ചേഞ്ചസും പോർട്ട്ഫോളിയോയിലുള്ള ചേഞ്ചസൊക്കെ വരുത്തിക്കൊണ്ടാണ് അവർ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് നേടുന്നത് മാർക്കറ്റിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കുറേയധികം നേരത്തെ തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാനും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ വീക്സിലൊക്കെ ആയിട്ട് കുറേയധികം സ്റ്റോക്കുകൾ 10%, 20% മുന്നോട്ട് പോവുകയുണ്ടായില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രോഫിറ്റ്സ് കൂടെ നേടാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലപ്പോഴും ഇങ്ങനെയുള്ള ഇവൻസിൻ്റെ റിസൾട്ട്സ് പലപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്ന സ്റ്റെപ്സ് ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മളെ സഹായിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഈ അൺസർട്ടനിറ്റിക്ക് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്നുള്ളൊരു കാര്യം മാർക്കറ്റിന് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, എപ്പോഴും മാർക്കറ്റിന് കറക്ഷനായിട്ട് കാരണമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇനി അങ്ങനെയുള്ളൊരു അൺസർട്ടനിറ്റി ഇല്ല. എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഇങ്ങനെയൊരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്നൊരു കാര്യം ഇനി നമുക്ക് ഭയപ്പെടേണ്ട കാര്യമല്ല നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമുക്കിനി അങ്ങനെയുള്ള അൺസർട്ടനിറ്റി മാറിക്കഴിയുമ്പോൾ ഇനി കുറേയധികം പോളിസി ഡിസിഷൻസും കുറേയധികം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ പുതിയ ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു മാർക്കറ്റിന് കറക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇൻഡീസസിൽ കൂടുതലുള്ളൊരു പാർട്ടിസിപ്പേഷനും എന്നാൽ കൂടുതൽ ബ്രോഡർ ആയിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്സ് ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ റാലിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കൂടുതൽ മിഡ് ക്യാപ്സ് ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ഒരുപക്ഷെ ഇൻഡീസസ് ഒരുപക്ഷെ കൺസോളിഡേറ്റ് ചെയ്യുകയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് കുറേയധികം മിഡ് ക്യാപ് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ നമുക്ക് തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടാണ് നിർമ്മല സീതാരാമൻ എന്ന പുതിയ ഫിനാൻസ് മിനിസ്റ്റർ ചാർജ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് അവർ കഴിഞ്ഞ തവണയും അവർക്ക് ലഭിച്ചിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ എന്നുള്ള ഒരു പോസ്റ്റ് വളരെ നല്ല രീതിയിൽ ഒരു ലേഡി ആയിട്ട് പോലും അവർക്ക് അത് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻസ് മിനിസ്ട്രി അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു മിനിസ്ട്രി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.
എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം വരുന്ന ഒരു ചാലഞ്ച് വരും ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് അടുത്ത ഈ കറണ്ട് ഫിസിക്കലിൻ്റെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ജൂലൈ മാസത്തിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്. അത് കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഫിനാൻസ് മിനിസ്ട്രി ഒരു ഫുൾ സ്വിങ്ങിലേക്കുള്ള റോൾ ഔട്ടിലേക്ക് വരികയും ഇപ്പോൾ കുറേ അധികം നമുക്കറിയാം കുറേ NBFC സെക്ടറിലെയും അതുപോലെ ബാങ്കിങ് സെക്ടറിലേക്കുള്ള കുറേ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ്റും പുതിയ ഫിനാൻസ് മിനിസ്റ്ററും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് നിലനിർത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഡാറ്റയിൽ GDP ഡാറ്റ വന്നപ്പോൾ 5.8% GDP ഗ്രോത്താണ് നമുക്ക് ഫോർത്ത് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 8.1% ഗ്രോത്ത് രേഖപ്പെടുത്തിയെടുത്തതാണ് ഇത്രയധികം താഴ്ന്ന് 5.8% ഒരു ഗ്രോത്ത് GDPയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഡിസപ്പോയിൻറ്റിങ് ഡാറ്റ തന്നെയാണ്. അതുപോലെ നമുക്ക് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിലും 6.6% ഗ്രോത്താണ് GDPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും GDPയിലുള്ള ഈ ഡിപ്പ് ഒരു പക്ഷേ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഡിപ്പായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരും ക്വാർട്ടേഴ്സിൽ ബെറ്റർ പെർഫോമൻസിലേക്കൊക്കെ തന്നെ നമ്മുടെ കൺട്രി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഡാറ്റ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3.39% ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത് എന്തായാലും 3.4% ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിനേക്കാളും താഴ്ന്നിരിക്കുന്നത് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അതേസമയം റുപ്പി ഒരു 3 ദിവസമായിട്ടും വീക്കെൻഡായി ചെയ്തുകൊണ്ടിരുന്ന റുപ്പി പക്ഷേ ഫ്രൈഡേയിൽ 17 പൈസ ഇംപ്രൂവ് ചെയ്ത് റൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം വീക്കിലി നോക്കുമ്പോൾ റുപ്പിക്ക് 35 പൈസയുടെ ലോസോട് കൂടിയാണെങ്കിലും എനിവേ 70ക്ക് താഴെ 69.7 തന്നെ റുപ്പി കഴിഞ്ഞ വീക്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കലായിട്ടുള്ള അടുത്തൊരു മൂവ്മെൻറ്റിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നമുക്ക് കഴിഞ്ഞ സ്വിംഗ് പൊസിഷൻസ് നമുക്ക് കാണാം. 11,171 എന്നുള്ള ലെവലിൽ നിന്നും നിഫ്റ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഷാർപ്പ് സെൽ ഓഫോട് കൂടി കഴിഞ്ഞ താഴെയുള്ള ട്രെൻഡ് ലൈനായിട്ടുള്ള 9,951 വരെയും കറക്റ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി 11,760 അടുത്തൊരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 10,004 എന്നൊരു ലെവലിലേക്ക് വീണ്ടും ഒരു കറക്ഷന് ശേഷമാണ് ഈ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള റാലി തുടങ്ങുന്നത്. 10,004 നിന്നാണ്. ആ ലെവലിൽ നിന്നും നിഫ്റ്റി നെക്സ്റ്റ് സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് 12,041 എന്നൊരു ഹൈ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മൾ കാണുകയുണ്ടായി ഓൾമോസ്റ്റ് ഹൈ, അതായത് 10,039 വരെ വന്നതിന് ശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫോട് കൂടിയാണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ 11,922 എന്നുള്ള ലെവലിലേക്ക് ഷാർപ്പായിട്ട് ഒരു സെൽ ഓഫോട് കൂടിയാണ് കറക്റ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിൻ്റെ ഹൈ ലെവൽസിന് വന്നതിന് ശേഷം നമുക്ക് വളരെ വൊളാറ്റൈലായിരുന്നു ഫ്രൈഡേ. അതിനുശേഷം ഒരു ഷാർപ്പ് സെൽ ഓഫ് ആയിട്ടോടെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നമുക്ക് ചാർട്ടിൽ കാണാം കഴിഞ്ഞ 3 വീക്കിലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് മാർക്കറ്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഒരു മീഡിയം ടൈമിൽ നമുക്ക് കാണാവുന്ന ഒരു ട്രെൻഡ് മാർക്കറ്റിൻ്റെ ഒരു പക്ഷേ ഇതൊരു ഹൈ ലെവൽസിൽ നിന്നുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടാകാം. പക്ഷേ നമുക്കൊരു മീഡിയം ടൈമിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റിയുടെ ടാർഗറ്റ് 12,430 ആണ്. ഈ 12,430 പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു പുൾ ബാക്ക് ഉണ്ടാകാം. അങ്ങനെയുള്ള അതുകൊണ്ട് നിഫ്റ്റിയുടെ പൊസിഷൻസ് എടുക്കുന്നത് എപ്പോഴും ഒരു ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ എൻട്രി ആയിരിക്കും ശരി എപ്പോഴും ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം. അതേസമയം നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ എക്സ്പയറി നടന്നിരിക്കുന്നത് 11,945 എന്നുള്ള ഒരു ഹയർ ലെവലിൽ തന്നെയാണ് ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ കണ്ടിന്യൂ ചെയ്ത മാർക്കറ്റ് ആയതുകൊണ്ട് ജൂൺ മാസത്തിൻ്റെ ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ബിഗിനിങ് പീരിയഡിൽ ഒരു കറക്ഷനോട് കൂടി വീണ്ടും പൊസിഷൻസ്
എൻ്റർ ചെയ്തതിന് ശേഷമുള്ളൊരു റാലി ആവാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് ഡിസിഷൻസ് ഇമീഡിയറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് റാലി കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഒരു പുൾ ബാക്ക് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇവൻറ്റ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. നമ്മൾ കണ്ടതാണ് എക്സിറ്റ് പോളിന് മുന്നോടിയായിട്ട് 400 പോയിൻറ്റ്സോളം എക്സിറ്റ് പോൾ വന്നപ്പോഴും മാർക്കറ്റ് റാലി ചെയ്യുന്നതിന് ശേഷം റിസൾട്ടിൻ്റെ അന്നും 200 പോയിൻറ്റ്സോളമൊക്കെ റാലി ചെയ്ത മാർക്കറ്റ് ഇപ്പോൾ ആ ഒരു ന്യൂസിന് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. 12,000 ലെവൽ ഡിസ്കൗണ്ടഡ് ആണ്. അവിടെ നിന്നൊരു പക്ഷേ ഈ ഒരു കറക്ഷൻ ഒരു 11,500 വരെയുള്ള ഒരു കറക്ഷന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം മീഡിയം ടൈമിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു കറക്ഷൻ നമുക്കൊരു ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തായി നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ ചാർട്ട് ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്സിൽ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളൊരു ചാർട്ടാണ്. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ നിഫ്റ്റിയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് വരുന്നത് 11,395 11,311 എന്നുള്ള ഒരു ലെവലിലായിരിക്കും ഡിമാൻഡ് സോണായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ആ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് വീണ്ടും ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറേ ഇത് ഡെയിലി ക്യാൻഡിൽസ് ആണ് കാണുന്നത്. നമുക്ക് കാണാം കുറേ അധികം ഗ്രീൻ ക്യാൻഡിൽസോട് കൂടി തന്നെ മാർക്കറ്റ് 12,041 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഡിമാൻഡ് സോണിന് സപ്ലൈ സോണായിട്ടുള്ള 11,856 11,643 എന്നുള്ള ഒരു സപ്ലൈ സോണിന് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഇവൻറ്റ് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൽ ഇനി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സപ്ലൈ സോണിൽ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം വീണ്ടും മാർക്കറ്റ് ഒരു പക്ഷേ കറക്ഷൻസിൽ 11,395 വരെയുള്ള ഒരു കറക്ഷനൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ടൈമാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ നമുക്ക് ഡിമാൻഡ് സോണിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ചാർട്ടിലാണെങ്കിൽ അടുത്തതൊരു വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം മാർക്കറ്റിലൊരു 11,856 ലെവലിൽ മാർക്കറ്റ് ഒന്ന് എക്സോസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ നിന്നും മാർക്കറ്റിന് ഒരു പുൾ ബാക്കിനുള്ള സമയമായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കുറേയധികം പുതിയ പോളിസീസോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസിഷൻസ് വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഇവിടെ നിന്നും ഈ ഒരു റാലി വരും ദിവസങ്ങളിൽ അതേ പേസിൽ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. അതേസമയം നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാവുന്നത് ഈ സപ്ലൈ സോണിൽ നിന്നും ഒന്നൊരു പുൾ ബാക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു അടുത്ത റാലിക്ക് ഒരു പ്രിപ്പറേഷന് ശേഷം ഒരു ജൂൺ സെക്കൻഡ് വീക്കോട് കൂടിയായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മാർക്കറ്റിൽ ഒരു പുൾ ബാക്കിന് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. ആ ഒരു പുൾ ബാക്കിൽ നമുക്ക് വീണ്ടും എൻട്രി ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുക. അതേസമയം മിഡ് ക്യാപ്സിൽ ഈ പുൾ ബാക്കിൻ്റെ സമയത്തും കാര്യമായിട്ടുള്ള ബൈയിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മിഡ് ക്യാപ്സ് വാങ്ങുന്നതിന് കുറേയധികം കറക്റ്റ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ മിഡ് ക്യാപ്സിൽ അങ്ങനെയുള്ള കറക്ഷൻ ഉണ്ടാവണമെന്നില്ല. കാരണം പല മിഡ് ക്യാപ്സും കാര്യമായിട്ടുള്ള കറക്ഷൻ ഓൾറെഡി കഴിഞ്ഞ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കുന്ന ഒരു കറക്ഷനും നമ്മൾ ആ സമയം നമ്മളൊട്ടും വേസ്റ്റ് ചെയ്യാതെ നല്ല മിഡ് ക്യാപ്സ് സ്റ്റോക്സ് എൻട്രി ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിൽ നമുക്ക് അങ്ങനെയുള്ള സ്റ്റോക്സിലൊക്കെ നമുക്ക് നല്ല കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ നമുക്കിനി നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 11,922 എന്നുള്ള ലെവലിലാണ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 12,041 വളരെ അരികിൽ വന്നതിന് ശേഷം വീണ്ടും അന്നൊരു കറക്ഷനോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത് 11,684 എന്നുള്ള ലെവലാണ്. ഈ ഒരു ലെവലിലേക്കുള്ള ഒരു പുൾ ബാക്ക് ആണ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രിഫേർഡ് ആയിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ താഴെ പോവുകയാണെങ്കിൽ 11,464 എന്നുള്ള ലെവലായിരിക്കും നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിലനിൽക്കുക. അതുപോലെ തന്നെ 11,311 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലും ആണ് അതിന് തൊട്ട് താഴെ ഉണ്ടായിരിക്കുക. എന്തായാലും നിഫ്റ്റിയുടെ 200 EMA വരുന്നത് 11,069 എന്നുള്ള ലെവലിലാണ്. ഈ ലെവലിലായിരിക്കും മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള സെൽ ഓഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ
ആയിട്ട് നിലനിൽക്കുക 11,016 എന്നുള്ള ലെവലായിരിക്കും. അതുപോലെ മാർക്കറ്റിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു നെക്സ്റ്റ് ലെവലിൽ വരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 12,210 എന്നുള്ള ലെവലിലും, അതുപോലെ മീഡിയം ടൈമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് 12,430 എന്നുള്ള ലെവലുമായിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,922 വീക്കിലി ആയിട്ടുള്ള ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ 24th May മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 11,844 അതിനുശേഷം മൺഡേ മാർക്കറ്റിലൊരു 80 പോയിൻറ്റ്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റും, ട്യൂസ്ഡേയിൽ ജസ്റ്റ് 4 പോയിൻറ്റ്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റും, അതിനുശേഷം വെഡ്നെസ്ഡേയിൽ നമ്മൾ കണ്ടത് 67 പോയിൻറ്റ്സിൻ്റെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ആണ്. അതിനുശേഷം 30th May ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയിരുന്നു. ഇത്രയും ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഇലക്ഷൻസൊക്കെ നടന്ന ഈ മാസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി നടന്നത് ഹൈ ലെവൽസ് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇവൻറ്റ്സൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസും വൊളാറ്റിലിറ്റി ഉണ്ടാകുമെങ്കിലും ഒരു ഹൈ ലെവലിൽ തന്നെ ഈ മന്തിൻ്റെ വീക്കിലി ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. എന്തായാലും 30th May മാർക്കറ്റിന് 84 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് 11,945 എന്നുള്ള ലെവലിൽ ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി നടന്നത് ഫ്രൈഡേയിൽ. പക്ഷേ മാർക്കറ്റ് വളരെ വൊളാറ്റിലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് 23 പോയിൻറ്റ്സിൻ്റെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് അന്ന് ലഭിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 11,684 അതുപോലെ 12,210 എന്നുള്ളൊരു ട്രേഡിംഗ് റേഞ്ചാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മൾ കാണാറുള്ള വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഒന്നുകൂടെ ചാർട്ട് കൂടെ നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 16.46 അതിന് മുന്നോടിയായിട്ടുള്ള വീക്കിൽ 16.06 ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഓൾമോസ്റ്റ് നമുക്കറിയാം 31 ലെവലിലൊക്കെ പോയിരുന്ന വൊളാറ്റിലിറ്റി ഇൻഡെക്സ് താഴെ വന്ന് കാര്യമായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് ഈ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് വാച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു ലെവലിൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ നിന്നും നമുക്ക് ഒരു കൺസോളിഡേഷനാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നത്. അടുത്തായി നമുക്കിനി എന്ത് സ്ട്രാറ്റജിയാണ് പുതിയ ഗവൺമെൻറ് ചാർജ് എടുത്ത് പുതിയ പാർലമെൻറ്റ് ഇലക്ഷൻ എന്നുള്ള ഒരു അൺസർട്ടനിറ്റി നമ്മുടെ പുറകിലേക്ക് പോയിരിക്കുകയാണ്. ഇനി പുതിയൊരു ഗവൺമെൻറ് ചാർജ് എടുത്തിരിക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു വർഷമായിട്ടും കുറേ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇയർ തന്നെ പറയേണ്ടി വരും. കാരണം മിഡ് ക്യാപ് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ വളരെ നല്ല കമ്പനീസ് ആണെങ്കിൽ പോലും പലതിൻ്റെയും പ്രൈസ് വളരെ താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇൻഡീസസ് ഒരുപക്ഷെ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഇല്ലാതെ ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ പോവുകയും അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിലെ HNI ഇൻവെസ്റ്റേഴ്സും എല്ലാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും എല്ലാം വളരെ നല്ല മിഡ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും ദിവസങ്ങളിൽ ഈ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി മാറിയതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ അടുത്തൊരു റിസൾട്ട് വരാൻ പോകുന്നത് പല മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെയും വരും ക്വാർട്ടേഴ്സിൽ വളരെ നല്ല പെർഫോമൻസും അതിനനുസരിച്ച് തന്നെ ഈ സ്റ്റോക്കുകളുടെ പ്രൈസിലുള്ള മൂവ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല സ്റ്റോക്കുകളുടെയും പ്രൈസുകൾ അവരുടെ പെർഫോമൻസിനനുസരിച്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനനുസരിച്ച് ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമുക്ക് എങ്ങനെ അത് മുതലാക്കാം എന്നുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ HNI ആയിട്ടുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആയാലും ഫോളോ ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി തന്നെ നമുക്ക് റീറ്റെയിൽ ക്ലയൻസിനും ഫോളോ ചെയ്യാനായിട്ട് വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് ഒരു 6 months മിഡ് ക്യാപ് സ്റ്റോക്സിലായിരിക്കും കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു 200-day മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു 200 days ആവറേജ് ട്രേഡിംഗ് പ്രൈസ് എടുത്തിട്ടുള്ള
ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് 200-day മൂവിങ് ആവറേജ്. ഒരു സ്റ്റോക്കിൻ്റെ 200-day മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ BSEയിലെ 500 സ്റ്റോക്സിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 140 സ്റ്റോക്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ബൈയിങ് ഈ പുതിയ ഇലക്ഷൻ റിസൾട്ടിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയതിന് ശേഷം 200 EMAയ്ക്ക് മുകളിലേക്ക് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുള്ളത് ഈ 500 സ്റ്റോക്സിൽ ഓൾമോസ്റ്റ് ഒരു 140 സ്റ്റോക്സും മിഡ് ക്യാപ് സ്റ്റോക്സും അതിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു 200 EMAയ്ക്ക് മുകളിലേക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവ് ആണെന്നും അതിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ ഒരു റാലി ഉണ്ടായില്ലെങ്കിൽ പോലും മിഡ് ക്യാപ് സ്റ്റോക്സ് ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള പല മിഡ് ക്യാപ് സ്റ്റോക്സും വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസും റിസൾട്ടും ആയിരിക്കും നൽകുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു നല്ലൊരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിലൊരു വളരെ നല്ലൊരു കമ്പനിയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് എന്നുള്ള കമ്പനി. ട്രേഡിംഗ് സിമ്പിൾ പ്രസ്റ്റീജ് എന്നാണ്. നമുക്ക് നോക്കൂ, ഈ സ്റ്റോക്കിൻ്റെ ഓൾമോസ്റ്റ് ഈ സ്റ്റോക്ക് ഒരു ജനുവരി പീരീഡിലൊക്കെ 352 ലെവലിലൊക്കെ ഹയർ ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ നമ്മുടെ ചാർട്ടിൽ കാണുന്ന ഒരു ലൈൻ 200-day മൂവിങ് ആവറേജിൻ്റെ ലൈനാണ്. ആ ലെവലിന് താഴേക്ക് പോയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 287 ലെവലിലായിരുന്നു 200-day മൂവിങ് ആവറേജ്. അവിടെ നിന്ന് താഴേക്ക് പോയതിന് ശേഷം ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് ആയിരുന്നു. കാരണം നമുക്കറിയാം ഫണ്ട് ഇൻഫ്ലോ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് മാത്രം ഈ സ്റ്റോക്കിനൊക്കെ 165 വരെയും താഴേക്ക് പോയിരുന്നു ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ 2018 പീരീഡിലൊക്കെ. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് ഈ ചാർട്ടിൽ കാണാം വളരെ സ്ലോ ആയിട്ട് മുകളിലേക്ക് വരികയും ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ 200 DMA വരുന്നത് 222 എന്നുള്ള ലെവലിലാണ്. നമുക്ക് അറിയാം കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് 287-ലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പല മിഡ് ക്യാപ് സ്റ്റോക്സും ഈ 200 DMAയ്ക്ക് മുകളിൽ വരുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മിഡ് ക്യാപ് സ്റ്റോക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആ സ്റ്റോക്കിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്രസ്റ്റീജിൻ്റെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റയുടെ ഒരു പ്രസൻറ്റേഷൻ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. പ്രസ്റ്റീജിൻ്റെ നോക്കൂ, ഈ സ്റ്റോക്കിന് ഇപ്പോൾ 2014 ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ആനുവൽ പ്രോഫിറ്റാണ് മുകളിലെ ടേബിളിൽ കാണുന്നത്. അതിൽ നമുക്കറിയാം 2014 ഈ സ്റ്റോക്കിന് ഈ കമ്പനിക്ക് 314 crores പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ 15 332 crores പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മാർച്ച് 2016 351 crores പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ 2017 379 crores പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് 2018 സ്റ്റോക്ക് ഈ കമ്പനിക്ക് 424 crores പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ ഒരു 5 yearsൻ്റെ പ്രോഫിറ്റബിലിറ്റി എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ ടേബിളിൽ കാണുന്നത് നമുക്ക് ക്വാർട്ടർലി റിസൾട്ട്സ് ആണ്. ഓരോ ക്വാർട്ടറിൽ നമുക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് മേഖലയിലാകുമ്പോൾ പല ക്വാർട്ടറിലും പ്രോഫിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ആനുവൽ പ്രോഫിറ്റ് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ പ്രസ്റ്റീജ് എന്ന കമ്പനി ഡിക്ലെയർ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ്സും അതുപോലെ തന്നെ ക്വാർട്ടർലി പ്രോഫിറ്റ്സും എല്ലാം നോക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രസ്റ്റീജിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഒരു 10,792 crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ഏണിങ്സ് പെർ ഷെയർ 11.08 ആണ് ഈ പ്രസ്റ്റീജിൻ്റെ EPS. അതുപോലെ തന്നെ PE റേഷ്യോ നോക്കുകയാണെങ്കിലും കൺസോളിഡേറ്റഡ് PE വരുന്നത് 25.97 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഡാറ്റയും അതുപോലെ തന്നെയുള്ള മാനേജ്മെൻറ്റ് ക്വാളിറ്റി കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഫേസ് വാല്യൂ ₹10 ആണ്. ഇന്ന് ഒരു ഫേസ് വാല്യൂ പല സ്റ്റോക്സിൻ്റെയും 1 or 2
വാല്യൂ 5, 10 ഒക്കെ ആകാം. അപ്പോൾ അത് ഫേസ് വാല്യൂ കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു സ്റ്റോക്കിന് ഇൻവെസ്റ്റ്മെൻറ്റിന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മിഡ് ക്യാപ് സ്റ്റോക്സിൻ്റെ പൊട്ടൻഷ്യലിന് ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രസ്റ്റീജിനെ നമ്മളെടുത്ത് അനലൈസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പാക്കേജാണ് AAA സ്വിംഗ് ഡെലിവറി എന്ന പാക്കേജ്. ഈ പാക്കേജിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലും 2 റെക്കമെൻഡേഷൻസിൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. നമുക്ക് ആ സ്റ്റോക്കുകളൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാർട്ട് എനോക്സ് ലിഷർ എന്ന കമ്പനിയുടെയാണ്. ഈ കമ്പനിയുടെ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലുള്ള ഈ കമ്പനിയുടെ ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത് 325 ബിലോ ആണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. ജസ്റ്റ് 20th മെയ്ക്ക് ഞങ്ങൾ 325 എൻ്റർ ചെയ്ത് സ്റ്റോക്ക് നമുക്കൊരു ജസ്റ്റ് ഒരു 9 ഡേയ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 365 ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അന്ന് ഈ സ്റ്റോക്ക് 383 വരെയും മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 13% പ്രോഫിറ്റ് ജസ്റ്റ് 10 ഡേയ്സിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്വിംഗ് ഡെലിവറിയിലൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. AAA സ്വിംഗ് ഡെലിവറിയുടെ എപ്പോഴും ഞങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഫിനാൻഷ്യലി നല്ല സ്റ്റോക്കുകൾ, വളരെ സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകൾ, നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളിൽ വരുന്ന ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമുള്ള എൻട്രിയും അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു 13% അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടാർഗറ്റിലേക്കുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരു 25% അടുത്തുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഞങ്ങളുടെ AAA സ്വിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡിലൂടെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ മറ്റൊരു AAA സ്വിംഗ് ഡെലിവറിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് RBL ബാങ്കിലാണ്. RBL ബാങ്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഈ സ്റ്റോക്ക് RBL ബാങ്കിൽ ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് പ്രൈവറ്റ് സെക്ടറിലെ ഒരു വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ബാങ്കാണ് RBL ബാങ്ക്. സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 625 ലെവലിലാണ്. 625 ഞങ്ങൾ എൻ്റർ ചെയ്ത സ്റ്റോക്കിന് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ 700 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 12% പ്രോഫിറ്റ് ഞങ്ങൾക്ക് RBL ബാങ്കിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടായാലും ഇങ്ങനെയുള്ള സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ എടുക്കുന്നതുണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിലെ കറക്ഷൻസും ഫ്ലക്ച്വേഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ വളരെ നല്ല സ്റ്റോക്കുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു കറക്ഷൻ ആ സ്റ്റോക്കിൽ വരികയാണെങ്കിൽ നമുക്കൊരു ലോവർ ലെവൽസ് കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുന്നത്. ആ ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ കുറച്ചുകൂടെ നമുക്കൊരു ഡിസ്കൗണ്ടിൽ ആ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് നമ്മൾ സ്വിംഗ് ഡെലിവറി എന്ന മെത്തേഡിൽ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മളൊരു 1 lakhനാണ് RBL ബാങ്ക് വാങ്ങിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുമ്പോൾ നമുക്കൊരു 12% അല്ലെങ്കിൽ 13% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 13,000 പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാ കോസ്റ്റുകളെല്ലാം നമുക്കൊരു 3,000 കോസ്റ്റുകളെല്ലാം പോയാലും നമുക്കൊരു 10,000 പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ റെക്കമെൻഡേഷൻസിൽ. അപ്പോൾ ആ റെക്കമെൻഡേഷൻ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കോസ്റ്റും കഴിഞ്ഞ് നമുക്കൊരു 1,10,000 ബാലൻസ് ഉണ്ടാവും നമ്മുടെ അക്കൗണ്ടിൽ. അങ്ങനെയുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു 10,000 നമുക്ക് വേണമെങ്കിൽ 1,10,000 അടുത്തൊരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 10,000 നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് എടുത്ത് നമുക്ക് നമ്മുടെ മറ്റുള്ള എക്സ്പെൻസുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനോ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള സ്വിംഗ് ഡെലിവറിയിൽ വരുന്ന പ്രോഫിറ്റിന് നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പേ ഔട്ട് എടുത്ത് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്വിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്. നമുക്കിനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി നമ്മുടെ AAA പ്രോഫിറ്റിൻ്റെ ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായ ഒരു സ്റ്റോക്കാണ് അഡാനി ഗ്യാസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് അഡാനി ഗ്രൂപ്പിൽ ഡിമർജ് ചെയ്ത് വന്നപ്പോൾ ലിസ്റ്റ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 85 ലെവലിലേക്ക് ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 100 ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഈ സ്റ്റോക്കിന് 130, 150 ടാർഗറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്പെഷ്യലി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അഡാനി ഗ്രൂപ്പിനെല്ലാം ആ ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായില്ലേ. അപ്പോൾ അങ്ങനെ മുന്നേറിയപ്പോൾ ഈ സ്റ്റോക്ക് 170 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടെ ഈ കമ്പനിക്ക് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ
എസ്പെഷ്യലി സിറ്റി ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ പൈപ്പ് ലൈൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കൂടുതലായിട്ട് വരാൻ പോകുന്നതുകൊണ്ട് ഈ കമ്പനിക്ക് കൂടുതൽ ഓർഡേഴ്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസൊക്കെ ഈ കമ്പനിക്ക് ഉള്ളതുകൊണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അഡാനി ഗ്യാസിന് ഞാൻ ഈ 100 ലെവലിലാണ് നമ്മൾ ഈ സ്റ്റോക്കിന് വാച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴുള്ള 170 ലെവലിൽ നിന്നും ഇപ്പോഴും ഈ സ്റ്റോക്കിൻ്റെ വോള്യൂം അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റോക്കിനുള്ളൊരു ഡിമാൻഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന് നെക്സ്റ്റ് ഒരു 190 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അധികം സമയമെടുക്കാതെ തന്നെ ഈ സ്റ്റോക്ക് 190 ലെവലിലേക്ക് മുന്നേറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അഡാനി ഗ്യാസ് ഇപ്പോഴും ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു ബയോൺ ഡിപ്പ് എന്നുള്ള നിലയിൽ 160-155 ലെവലിലേക്ക് വീണ്ടും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 190 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു ലെവലിൽ തന്നെയാണ് അഡാനി ഗ്യാസ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഞങ്ങൾ കഴിഞ്ഞ ദിവസം റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു ട്രിപ്പിൾ എസിംഗ് ഡെലിവറി ആയിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ബർജർ പെയിൻറ്റ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഞങ്ങൾ എൻട്രി ചെയ്യുന്നത് 302 ലെവലിലാണ് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ എൻട്രി ചെയ്തിരുന്നത്. പക്ഷേ നമുക്കറിയാം പുതിയ ക്വാർട്ടറിൻ്റെ റിസൾട്ട് വരികയും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ റിസൾട്ടോടനുബന്ധിച്ച് കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഷാർപ്പായിട്ടുള്ള ഒരു റാലിയോട് കൂടി 330 ലെവലിലാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഒരു 13% പ്രോഫിറ്റ് ആയിട്ടുള്ള 345ലേക്ക് ബർജർ പെയിൻറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് വിത്തിൻ 2 വീക്സ് ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 345ലേക്ക് മുന്നേറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഫ്രൈഡേയിലുള്ള മാർക്കറ്റ് വൊളാറ്റിലിറ്റിക്ക് ഇടയിൽ പോലും ഈ സ്റ്റോക്ക് ഒരു 8% മുന്നോട്ട് പോയി തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബർജർ പെയിൻറ്റ് നെക്സ്റ്റ് വീക്കിൽ ഒരു 325 ലെവലിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ 345 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ബർജർ പെയിൻറ്റ്സ്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ സുന്ദരം ഫിനാൻസ്, വി-ഗാർഡ്, HPCL, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യൻ ബാങ്ക്, സീമെൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, KE ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഉജ്ജീവൻ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനുള്ള കുറേയധികം അവസരങ്ങൾ നമുക്ക് കഴിഞ്ഞ 2 വീക്കിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള അവസരങ്ങൾ ഇനി വരുന്ന 6 മന്ത്സിലേക്ക് എന്തായാലും നമ്മുടെ മാർക്കറ്റ് എസ്പെഷ്യലി മിഡ് ക്യാപ് സ്റ്റോക്സിൽ നമുക്ക് ലഭിക്കും. നമുക്കറിയാം നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിട്ടുള്ള വി-ഗാർഡും 240 ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വരികയുണ്ട്. അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് എന്ന കമ്പനിയും 135 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല പെർഫോമൻസ് ഉള്ള മിഡ് ക്യാപ് സ്റ്റോക്സുകൾ പലതും കറക്റ്റ് ചെയ്തത് ഇപ്പോൾ ലൈഫ് ടൈം ഹൈയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ പല നല്ല സ്റ്റോക്കുകളുള്ളപ്പോൾ കുറേയധികം ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 12% അല്ലെങ്കിൽ ഒരു 20% പ്രോഫിറ്റ് നേടാനുള്ള കുറേയധികം അവസരങ്ങൾ നെക്സ്റ്റ് 6 മന്ത്സിലേക്കും അല്ലെങ്കിൽ അടുത്തൊരു 5 ഇയേഴ്സിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരിക്കും. പ്രത്യേകിച്ചും GST ഇംപ്ലിമെൻറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി വളരെ സിംപ്ലിഫൈ ചെയ്ത് വരികയും പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു ബജറ്റ് എക്സ്പെക്റ്റേഷനോട് കൂടിയുള്ള ഒരു പല സെക്ടറുകളിലും സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് എന്തായാലും ജൂലൈ മാസങ്ങളിൽ ബജറ്റ് എക്സ്പെക്റ്റേഷൻസ് കൂടി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എസ്പെഷ്യലി മിഡ് ക്യാപ് സ്റ്റോക്സിൽ വരുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്